ഈ ഭൂമി ഇങ്ങനെ തുളച്ച് അങ്ങേ അറ്റം വരെ ഒരു കുഴല് പോലെ ഒരു കുഴി ഉണ്ടാക്കി വിചാരിക്കും. ഇതിലേക്ക് നമ്മൾ എടുത്ത് ചാടിയാൽ എന്തുണ്ടാവും അറിയാൻ താല്പര്യമുണ്ടോ? സ്വാഭാവികമായിട്ടും താഴേക്ക് പോകുന്തോറും ഗ്രാവിറ്റേഷൻ, അതായത് ഭൂഗുരുത്വാകർഷണ ബലം കാരണത്താൽ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സ്പീഡ് കൂടി 28,000 കിലോമീറ്റർ ഒരു അവറിൽ പോകണം, അത്ര സ്പീഡിലാവും. അങ്ങനെ ഭൂമിയുടെ നടുവിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഈ ഗുരുത്വാകർഷണ ബലം അസ്തമിക്കുമല്ലോ. എന്നാൽ ആ വന്ന സ്പീഡിൻ്റെ പവർ കാരണത്താൽ നമ്മളങ്ങ് താഴേക്ക് പോകാൻ തുടങ്ങും, അതിൻ്റെ അപ്പുറത്തേക്ക്. ആ ശക്തിയിൽ ആ കുഴീൻ്റെ അപ്പുറത്തെത്തുന്നത് വരെ നമ്മൾ പോകും. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ അങ്ങ് പോന്തും. ആ സമയത്ത് അവിടെ ആരും പിടിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്താണ്ടാവും വെച്ചാൽ നേരെ വീണ്ടും താഴേക്ക് തന്നെ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഊരി ഇങ്ങനെ മേലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. എന്തായാലും കുറേ കഴിയുമ്പോൾ ഈ കാറ്റിൻ്റെ ഒരു തടസ്സം ഉണ്ടാവുമല്ലോ, അത് കാരണത്താൽ നമ്മളൊന്ന് സ്പീഡ് കുറഞ്ഞ് ലാസ്റ്റ് എന്താ ഉണ്ടാവുക വെച്ചാൽ ഭൂമിൻ്റെ നടുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി കിടക്കും. എന്താ രസം അല്ലേ? എങ്ങനെ ഉണ്ടാവും അവസ്ഥ?